അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമദാൻ ഇന്ന് 6 കഴിഞ്ഞു. അള്ളാഹു റമദാനുമായി ബന്ധപ്പെട്ട് നാം നോറ്റ നോമ്പുകളും ഇഫ്താറുകളും അദ്കാറുകൾ, സ്വലാത്തുകൾ, തിലാവത്തുൽ ഖുർആൻ, തറാവീഹ്, ഫർള്, ജമാഅത്ത് തുടങ്ങി ഏതെല്ലാം ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ ചെയ്തിട്ട് സക്കാത്തുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു ഒന്നിൻ്റെയും പ്രതിഫലം നഷ്ടപ്പെടാതെ പൂർണ്ണമായും അള്ളാഹു നൽകട്ടെ. അള്ളാഹു അതിൻ്റെ ബറക്കത്തുകൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിൽ ഒരുപാട് പേർക്ക്, അധികം പേർക്കും നിസ്കാരം ഖളാ ഉണ്ടാവും. പ്രായപൂർത്തിയായത് മുതൽ ഇങ്ങോട്ട് എണ്ണി നോക്കിയാൽ പല വർഷങ്ങളിലും പല മാസങ്ങളിലും പല ദിവസങ്ങളിലും അറിഞ്ഞും അറിയാതെയും ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിസ്കാരം നഷ്ടപ്പെട്ട് ഖളാ ആയി റബ്ബിൻ്റെ മുമ്പിലെത്തിയാൽ അത് നമുക്ക് ക്ഷീണമുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. നല്ല ബോധമുള്ളവരാണ്. അതൊരു പരിഹാരമെന്ന് പറഞ്ഞാൽ ഖളാ വീട്ടൽ മാത്രമാണ്. എന്നാൽ പോലും ശിക്ഷ ചോദിക്കപ്പെടുമെന്നുള്ളത് വസ്തുത വേറെ. എന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ നമുക്കത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. ചില വ്യക്തികൾക്ക് ഒരുപാട് നിസ്കാരം ഖളാ ആയിട്ടുണ്ടാവും. ചെറുപ്പകാലങ്ങളിൽ, പഠനകാലങ്ങളിൽ, അതേപോലെയുള്ള ജോലി സംബന്ധമായും മറ്റുമൊക്കെ ഒരുപാട് നിസ്കാരം ഖളാ ആയിട്ടുണ്ടാവും. ഒരു 10, 50, 60 വയസ്സിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായവർ അധിക പേരുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിസ്കാരങ്ങൾ അവൻ്റെ പിരടിയിൽ വെച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ എങ്ങനെ എത്തും? രക്ഷപ്പെടാൻ എന്താണ് മാർഗം? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്. ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് ഫർള് ഖളാ വീട്ടിയാൽ വളരെ വലിയ ഉപകാരമാണ്. പണ്ഡിതന്മാർ മുഴുവനും പറയുന്നത് അത്യാവശ്യ കാര്യങ്ങൾ വേണ്ടി മാത്രം സമയം കണ്ടെത്തി ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കണമെന്നതാണ്. ഭക്ഷണം കഴിക്കുക, പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റുക, അത്യാവശ്യമുള്ള ജോലിയിൽ ബന്ധപ്പെടുക, ഉറക്കം, ഇങ്ങനെയുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ ശിക്ഷ, ചെയ്യാതിരുന്നാലുള്ള ശിക്ഷ എത്രമാത്രം വലുതാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നിസ്കാരം ഖളാ ആയി പോയാൽ, ഖളാ ആക്കിയാൽ അതിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് നിസ്കാരം ഖളാ വീട്ടാനുള്ള വളരെ എളുപ്പമുള്ള ഒരുപാട് ഐഡിയകളുണ്ട്. പരിശുദ്ധമായ റമദാനാണ്. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നവരാണ്. ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഫർള്, ഒരു ഖളാ വീട്ടിയാൽ എത്ര സന്തോഷമാകും. അല്ലാഹു തആല അത് സ്വീകരിച്ചാൽ ഒരു നിസ്കാരം വീട്ടിയില്ലേ നമ്മൾ? അൽഹംദുലില്ലാ, വളരെ ഖൈറല്ലേ? അങ്ങനെ നോക്കിയാൽ ഈ റമദാൻ കഴിയലോടുകൂടെ ഒരുപാട് നിസ്കാരങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതിന് പെട്ടെന്ന് നിസ്കരിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. നിസ്കാരത്തിൻ്റെ സുന്നത്തുകളൊക്കെ വളരെ കുറച്ച് മാത്രം, അതല്ല ഉപേക്ഷിക്കണമെങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കുകയും ചെയ്യാം. ഫർള് മാത്രം ചെയ്തുകൊണ്ട് ഒരാൾ ളുഹർ നിസ്കരിച്ചാൽ 2 മിനിറ്റ് കൊണ്ട് ഈസിയായി ളുഹർ നിസ്കരിക്കാൻ കഴിയും. നിയ്യത്ത് നമുക്കെല്ലാവർക്കും അറിയാം. നിയ്യത്ത് കഴിഞ്ഞാൽ വജ്ഹത്ത് തൽക്കാലം കൊണ്ട് മാറ്റിവെക്കുക. നിസ്കാരം ഖളാ ഉള്ള ആളല്ലേ? ഫർള്, ഫാത്തിഹ ഓതുക, റുക്കൂഅ്, സുജൂദ്, ഇഅ്തിദാൽ ഇതെല്ലാം കറക്റ്റായി ചെയ്യുക. തുമഇനീനത്തോടുകൂടി, അനക്കം അടങ്ങലോടുകൂടി ഇതെല്ലാം ചെയ്യുക. ഓരോ പ്രാവശ്യം സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി ഓരോ പ്രാവശ്യം ചെയ്ത് നമുക്കൊരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ എല്ലാം ചെയ്ത് അവസാനം അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്ത് ചെറുതായിട്ടൊന്ന് ഓതി, രണ്ടാമത്തെ അത്തഹിയാത്ത് സ്വലാത്ത്, അത്തഹിയാത്ത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അത്തഹിയാത്തുമായി സ്വലാത്തുമായി ഇബ്രാഹിം സ്വലാത്ത് തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക. ദുആ ഉപേക്ഷിക്കൽ കറാഹത്തല്ലേ? അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയായ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ഇത്രയും ഓതിയാൽ ദുആയുമായി ഇങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ അൽഹംദുലില്ലാ 2 മിനിറ്റ് കൊണ്ട് ളുഹർ നിസ്കരിക്കാൻ കഴിയും. 2 മിനിറ്റ് കൊണ്ട് അസ്ർ നിസ്കരിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും ദിവസേന തറാവീഹ് നിസ്കരിക്കുന്നവരാണ്. തറാവീഹ് 20 റക്അത്താണ്. നമുക്കെല്ലാവർക്കും 20 റക്അത്താണ്. സുബ്ഹി നിസ്കാരം 2 റക്അത്താണ്. സുന്നത്ത് നിസ്കരിക്കുന്ന ആളിൻ്റെ ബേക്കിലും ഒരു ഖൗല് പ്രകാരം ജമാഅത്തായി തുടരാം, ഒരു കുഴപ്പവും ഇല്ല. ജമാഅത്തായി തുടർന്നാൽ സ്വഹീഹാഹുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ തറാവീഹിൻ്റെ ബേക്കിൽ സുബ്ഹി നിസ്കരിച്ചാലോ? പേരിന് കാണുന്നവർക്ക് തറാവീഹ് നിസ്കരിക്കലാവും, പക്ഷേ നമ്മുടെ കരുത്ത്, നമ്മുടെ നിയ്യത്ത് നമ്മുടെ ഖൽബിലാണ്. അത് ഈ 2 റക്അത്താണല്ലോ. സുബ്ഹിയും 2 റക്അത്താണല്ലോ, ഒരു പ്രശ്നവുമില്ല. 10 റക്അത്ത്, 20 റക്അത്താകുമ്പോൾ 10 സുബ്ഹി ഖളാ വീട്ടാൻ കഴിയും. 20 റക്അത്ത് തറാവീഹ് കഴിയുമ്പോൾ
10 സുബ്ഹി നിസ്കാരം നിർവഹിക്കാൻ കഴിയും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അതേ ഒരു വ്യത്യാസവും ഇല്ല, ഇമാമിനെ അതുപോലെ അങ്ങ് തുടർന്നാൽ മതി, നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്താൽ മതി. പിന്നെ ചോദ്യം വരുന്നത് ഖുനൂത്താണ്. ഖുനൂത്ത് ഇപ്പം ആ സമയത്ത് കൈ ഉയർത്തി അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വഅഫിനി ഫീമൻ അഫൈത, അത് സ്വല്പം ദൈർഘ്യമുണ്ടല്ലോ. അങ്ങനെ ഓതുകയാണെങ്കിൽ ജനങ്ങൾ എന്ത് മനസ്സിലാക്കും? അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ കൈ ഉയർത്ത സുന്നത്തല്ലേ ഉള്ളൂ. ആ സമയത്ത് റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മതി. അല്ലേ വേണ്ട, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വഅഫിനി ഫീമൻ അഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത, ആ ദുആ മാത്രം കൊണ്ട് ചൊല്ലിയാൽ മതി. ഒരു 2-3-4 സെക്കൻഡ് ഒന്ന് താമസിച്ചതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമില്ല, ഇമാമത്തിന് കുഴപ്പമില്ല, മാമൂമിന് കുഴപ്പമില്ല, ഒരിടത്തും ഒരു കുഴപ്പവും വരില്ല. അപ്പൊ അങ്ങനെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് കഴിയുമ്പോൾ 10 സുബ്ഹി ഖളാ വീട്ടാൻ കഴിയുന്നു. വലിയ ഭാഗ്യമല്ലേ? ചിന്തിക്കുന്ന പക്ഷം ഇതൊക്കെ നമുക്ക് നിർവഹിക്കാൻ കഴിയും. അപ്പോൾ ഒരു ദിവസം 10 സുബ്ഹി നിസ്കാരം ഖളാ വീട്ടിയാൽ 30 ദിവസമാവുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്രയാവും? ഒന്ന് കുടിച്ചു നോക്കിയേ, എത്രയോ സുബ്ഹി നിസ്കാരം നമുക്ക് ഖളാ വീട്ടാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഐഡിയ നാം കൊണ്ടു നടന്നാൽ, ഈ ഐഡിയയിൽ റമളാനിലായാലും അല്ലാത്ത മാസങ്ങളിലായാലും ഖളാ വീട്ടാൻ ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടി പരിപൂർണമായി അൽഹംദുലില്ലാഹ് എനിക്ക് നിസ്കാരം ഖളാ ഇല്ല എന്ന നിലയ്ക്ക് സന്തോഷവാനായി നമുക്ക് കണ്ണടയാൻ കഴിയും. അള്ളാഹുവിൻ്റെ മുമ്പിലെത്തിയാൽ നിസ്കാരം നഷ്ടപ്പെട്ടു, പക്ഷേ റബ്ബെ ഖളാ വീട്ടിട്ടുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടായാൽ വളരെ സന്തോഷമായി. അള്ളാഹു നമ്മളിൽ നിന്നുള്ള എല്ലാ അഅ്മാലുകളും നിസ്കാരങ്ങളും കബൂലാക്കുമാറാവട്ടെ. ഖളാ ഉള്ളവർ അത് ഖളാ വീട്ടാൻ വേണ്ടി നല്ലൊരു ശ്രദ്ധ കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.